നാം മനുഷ്യരെല്ലാം ഒരേ ലോഹം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മണ്ണിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മിലുണ്ട്. പക്ഷേ ഒരേ അച്ചിലല്ല നമ്മെ വാർത്തിട്ടുള്ളത്. നമ്മുടെ രൂപവും ഭാവവുമൊക്കെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതബോധവുമൊക്കെ. ആ വ്യത്യസ്തതയിൽ പോലും നാം പരസ്പരം സ്നേഹിക്കുകയും യോജിക്കുകയും സൗഹൃദം സ്ഥാപിക്കുകയും ഐക്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്കിടയിൽ തന്നെ ദൈവവിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരുമുണ്ട്. വിശ്വാസമില്ലാത്തവരിൽ തന്നെ രണ്ട് കൂട്ടരുമുണ്ട്. ഒന്നാമത്തെ കൂട്ടർ വിശ്വാസമില്ലാത്ത കാരണത്താൽ തന്നെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറ്റപ്പെടുത്തുകയും ഇകഴ്ത്തുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത്തരക്കാർക്ക് യഥാർത്ഥത്തിൽ അസൂയയും പകയും വിദ്വേഷവും വെറുപ്പും മാത്രമാണ്. അങ്ങനെയുള്ളവരുമായി നാം കൂടുതൽ സഹകരിക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കും. അവർ നിഷ്പക്ഷമതികളാകും വരെ അവരുമായി ചർച്ചകൾക്കോ കൂടുതൽ സമീപനങ്ങൾക്കോ ഇടപെടലുകൾക്കോ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മിലെ നല്ല മനുഷ്യത്വം മരവിച്ചു പോകും. മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് ആ വിശ്വാസത്തോട് താല്പര്യമില്ല, അത്ര തന്നെ. പക്ഷേ മറ്റുള്ളവരെ ഇകഴ്ത്താറോ അവഹേളിക്കാറോ ഇല്ല. അവർ മാന്യരായ മനുഷ്യന്മാരാണ്. അവരുമായി സഹകരിക്കുന്നതിനോ മാന്യമായ രൂപത്തിൽ സംവാദത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടോ ഒരു കുഴപ്പവുമില്ല. ഓർക്കുക, ഹ്രസ്വമായ ജീവിതമാണ് നമുക്ക് ഈ ഭൂമിലോകത്തുള്ളത്. ആ കാലയളവ് അത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും യോജിച്ചും വിയോജിപ്പിൽ പോലും മാന്യത പുലർത്തിയും നമുക്ക് ജീവിക്കാം.